ആരുടെ അവിടെ മൈക്ക് ചെക്ക് ചെയ്യുന്നത്? ഇവിടെ ആരും മേക്കപ്പ് ചെയ്തിട്ടില്ലെന്നു. എടാ മൈക്ക് ചെക്ക് ചെയ്യുമല്ലടാ, കഴിഞ്ഞ സ്റ്റേജിലെ കമ്മിറ്റിക്കാർ വന്ന് വളഞ്ഞു വെച്ച് അടിക്കുവാടാ. ഇവരെ പിടിച്ച് മാറ്റടാ. അയ്യോ അയ്യോ അയ്യോ. എടാ സുഖു, നീ അങ്ങോട്ടൊന്നും ചെല്ലടാ. ആശാനെ, ഈ ഇടവേള കഴിഞ്ഞുള്ള എന്റെ ഫസ്റ്റ് സീൻ എപ്പോഴാ? എടാ ആദ്യം ഇത് ഇടവേള വരെ ഒന്ന് എത്തിക്കേ. ആശാനെ നമ്മുടെ ഫുഡ് എപ്പോഴാ ആശാനെ? ഫുഡൊക്കെ നാടകം കഴിഞ്ഞ. അപ്പൊ ഇന്നും പട്ടിണി. അതെ, ഈ നാടകത്തിന് മുമ്പ് ഫുഡ് കഴിക്കുമല്ലേ? വെജോ നോൺ വെജോ? ആര് വെച്ചാലല്ല, വന്ന് കഴിച്ചാ പോരെ. ആശാനെ, ബെല്ലെവിടെ? ബെല്ല് കൊടുക്കട്ടെ? ഒന്നും കൊടുക്കണ്ട, വെറുതെ അതൊക്കെ കേൾപ്പിച്ച് നാട്ടുകാരെ കൂട്ടണ്ട. എടാ ആരും അറിയാതെ രഹസ്യമായിട്ട് കളിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാവുന്ന. ആശാനെ, നാളെ എവിടാ കളി? സുധാകര, നീ ഒരു മനുഷ്യനാണോ? എടാ എന്നും ഇങ്ങനെ പട്ടിയെ പോലെ തല്ലുകൊള്ളണോ? വല്ലപ്പോഴും ഒന്ന് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടക്കാൻ നോക്ക്. നാളെ എവിടാ കളിയെന്ന്. എന്നാ പിന്നെ പൂജ തുടങ്ങണം. നീ തിരികെ കത്തിക്ക്. ഞാൻ കത്തിക്കത്തില്ല. അതെന്നാ? കഴിഞ്ഞ ദിവസം ഞാൻ കത്തിച്ചിട്ട് പരിപാടി വിളിച്ചു പോയിട്ട് എന്നെ വെച്ചിട്ട് കയറിയത് ആശാൻ. ഞാൻ കത്തിക്കത്തില്ല. എന്നാ സുധാകരൻ കത്തിക്ക്. ഞാൻ ഒട്ടും കത്തിക്കത്തില്ല. അതെന്നാ? എന്നിട്ട് വേണം എന്തെങ്കിലും പറ്റിട്ട് എന്നെ വെക്കിട്ട് കയറാൻ. ആരും കത്തിക്കണ്ട, ഞാൻ തന്നെ കത്തിച്ചോളാം. അതാ നല്ലത്. എന്തെങ്കിലും പറ്റിയ ആശാൻ തന്നെ അനുഭവിച്ചോളൂല്ലോ. പ്രിയരെ, തിരുവനന്തപുരം പുഞ്ചിരി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം വെട്ടൊന്ന് കുന്തം രണ്ട്. അമ്മേ 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 അമ്മ അമ്മേ അമ്മോ കാത്തുരക്ഷിക്കണേ. നീണ്ട 16 വർഷം ഈ കുളക്കടവിലെ പൂഴിമണ്ണ് വാരി ഈ അപ്പനൊരു പ്രതിജ്ഞയെടുത്തു. കണിമംഗലം കോവിലകത്തിന്റെ നാശം. തമ്പീട്ടാ, ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം? വെറുതെ തുടക്കത്തിലൊരു പഞ്ച് കിട്ടാൻ വേണ്ടി മസിൽ പിടിച്ച് കീച്ചിയതാ, ചുമ്മാ. സാവിത്രി, എന്തോ? നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? പുതുതായി ജോലിക്ക് വന്ന ആ വേലക്കാരിയെ ഉടനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. എന്തിന്? അവളെ വീട്ടിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല. അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? ഇന്ന് രാവിലെ നീ അമ്പലത്തിൽ പോയ സമയത്ത് ഞാൻ അവളുടെ മുറിയിലോട്ട് ചെന്നപ്പോൾ അവൾ എന്നോട് പറയുവാ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാൻ. ഇതിലും ഭേദം നമ്മുടെ ആ പഴയ ജോലിക്കാരി ശാന്ത തന്നെയായിരുന്നു. തമ്പിയേട്ടാ, ഇല്ലിക്കൽ തറവാട്ടിൽ രാജശേഖരൻ തമ്പി. നിൽക്കവിടെ. ഇന്നലെ രാത്രിയിൽ നിന്റെ മുറിയിൽ ആരോ നിൽക്കുന്നതായി എനിക്ക് തോന്നി. അത് പിന്നെ അച്ഛാ, അതൊരു നിഴലായിരുന്നു. നിഴൽ പോലും നിഴൽ. എന്റെ പൊന്നുമോൾ നാളെ ആ നിഴല് വരുമ്പോൾ പറയണം, ഉമ്മറത്ത് കിടന്നുറങ്ങുന്ന നിന്റെ അച്ഛന്റെ നെഞ്ചാങ്കൂടി ചവിട്ടി പൊളിക്കരുതെന്ന്. മതി, നിർത്ത്. നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് വല്ല വിചാരവുമുണ്ടോ? ഇവിടെ ഉപ്പില്ല, മുളകില്ല, അരിയില്ല. സാവിത്രി, ഇന്നലെയല്ലേ നിനക്ക് ഞാനൊരു 100 രൂപ തന്നത്? ആ 100 രൂപ കൊടുത്ത് ഞാനൊരു പാവാട വാങ്ങി. എന്നാൽ ആ പാവാട എടുത്ത് കഞ്ഞിയും വെച്ച് അതിന്റെ വള്ളി വീരി തോരനും വെക്ക്. നിന്റെയൊക്കെ ദൂർത്തൽപ്പം കൂടുന്നുണ്ട്. നിങ്ങളോട് അങ്ങനെ തന്നെയാ വേണ്ടത്. നിങ്ങൾ ഇന്ന് രാവിലെ എന്താ ചെയ്തത്? ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് നന്ദി പറഞ്ഞോ? എടി, ഒരു ഭക്ഷണത്തിന് ഒരിക്കൽ നന്ദി പറഞ്ഞാൽ പോരെ? ഞാൻ രാവിലെ കഴിച്ചത് പഴങ്കഞ്ഞിയായിരുന്നു. ഞാൻ പുറത്തുപോയി വല്ലതും കഴിച്ചിട്ട് വരാം. അതെന്താ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിച്ചാൽ? കാന്താരി മുളകിനോട് മല്ലടിച്ച് ഞാൻ മടുത്തു സാവിത്രി, മടുത്തു. അച്ഛാ, ദേ ചേച്ചി. ഇച്ചേച്ചിയോ? എവിടെ? പറഞ്ഞത് നന്നായി, അല്ലെ ഞാൻ ഇപ്പൊ ചവിട്ടിയാനെ. അയ്യേ, അതല്ല, ഇച്ചേച്ചി വിളിക്കുന്നു. എങ്കിൽ ആ ഫോൺ കട്ട് ചെയ്തേരെ. അവൾ ശ്രീധനത്തിന്റെ ബാലൻസ് ചോദിക്കാൻ വിളിക്കുന്നതായിരിക്കും. നീ അകത്തു പോ. സാവിത്രി. എന്താ? എടി, എനിക്കൊരു സംശയം. എന്താണ്? നമ്മുടെ മകൾ ആരെയോ പ്രേമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? കുറച്ചു നാളായി അവളുടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ എന്നോട് പൈസ ചോദിക്കുന്നേ ഇല്ല. ഒരച്ഛൻ ഇതിൽ കൂടുതൽ എന്തു ഭാഗ്യമാണ് ഉണ്ടാവേണ്ടത്. തമ്പിയേട്ടാ, ഇങ്ങനെ ഒരു മകളെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം. പുണ്യമലടി, സവസ് ചെയ്യണം, സവസ്. അതാരാ? ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും വിശക്കുന്ന നേരം
പശുവിനകിട്ടില്ലേ. മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. പണ്ട് കുട്ടിക്കാലത്ത് ഈ പാടത്തും പറമ്പിലും ഓടി നടന്ന് പൈക്കളെ മേച്ചു നടന്ന ഒരു പൊടിമീശക്കാരൻ. ആ കാലിപ്പയ്യെ ഓർക്കുന്നില്ലേ? മേരിടത്ത് സുഭദ്രയുടെ? അതെ. അപ്പോ എടാ ദ്രോഹി, അയ്യോ അയ്യോ, ആറ്റുതോറ്റ് വളർത്തിയ എന്റെ 12 പശുക്കളെയാണ് നീ അന്ന് അടിച്ചോണ്ട് പോയത്. എവിടെടാ എന്റെ ആ പശുക്കൾ? അതുങ്ങളെ വിറ്റുകിട്ടിയ കാശ് കൊണ്ടല്ലേ ഞാൻ അന്ന് ബോംബെക്ക് വണ്ടി കയറിയത്. അമ്മായി, എന്റെ ലക്ഷ്മി എവിടെ? നീ പോയതിനു ശേഷം അവൾ കൂണില്ല, ഉറക്കമില്ല. എന്തിനേറെ പറയുന്നു, അവൾ ജലപാനം കുടിക്കുന്നത് പോലുമില്ല. അമ്മായി, എവിടെ എന്റെ ലക്ഷ്മി? ആ വടക്കേ പറമ്പിലെ തൈത്തങ്ങയിൽ കെട്ടിയിട്ടുണ്ട്. നീ അഴിച്ചുകൊണ്ടുവന്ന് അല്പം കാടിയെങ്കിലും കൊടുക്ക്. കുടിച്ചാലായി. നിൽക്ക്, നിങ്ങളെവിടെ പോകുന്നു? എടി, അവനെ എനിക്കല്ലേ അറിയൂ. ഇനി ആ പശുവിന് കൊടുക്കാനുള്ള കാടി അവനെങ്ങാനും എടുത്ത് കുടിച്ചാലോ? മോളെ, എന്താ അമ്മേ? നീ ഇഞ്ഞു വന്നേ. എന്താ കാര്യം? ദേ, ഈ വീട്ടിൽ പുതിയ ഒരാള് കൂടി വന്നിട്ടുണ്ട്. ഇനി പഴയതുപോലല്ല. നീ അവനോട് കൂടുതൽ കൊഞ്ചാനും കുഴിയാനും ഒന്നും നിൽക്കണ്ട. നിന്നെ സൂക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ മോളെ. അത് തന്നെ എനിക്ക് അമ്മയോട് പറയാനുള്ളത്. അമ്മേ, കേവലം ഒരു കാലിച്ചക്കിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാനുള്ളതല്ല എന്റെ ജീവിതം. അങ്ങനെ തന്നെ ആവണമടി എന്റെ മകൾ. എനിക്കറിയാം എന്റെ മകൾ എന്നെ തോൽപ്പിക്കില്ല എന്ന്. അതെ അമ്മേ, പക്ഷേ എന്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണത്? എന്റെ മാത്രം ജിമ്മിയേട്ടൻ. മോളെ, മോളെ, അമ്മ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത്. എനിക്ക് പറ്റിയ തെറ്റ് നീയായിട്ട് ആവർത്തിക്കരുത്. രാത്രിലില്ലികൾ പൂത്ത പോൽ ഒരു മാത്രയീ മിഴി മിന്നിയോ. ആരാടാ നീ? ഞാൻ ജിമ്മി. എന്നാ ഞാൻ കളരി. വാടാ, ഒരു കൈ നോക്കാവിടാ. വാടാ, വാ. അയ്യോ അമ്മേ, ഇതാണ് എന്റെ ജീവന്റെ ജീവൻ ജിമ്മിച്ചൻ. ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് ജിമ്മിച്ചനോടൊപ്പം മാത്രമായിരിക്കും. സന്ധ്യയ്ക്ക് അവനെ ഇഷ്ടമാണോ? സന്ധ്യക്ക് മാത്രമല്ല, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ ഇഷ്ടമാണ്. സന്ധ്യയുടെ അമ്മേ, എന്നോട് പൊറുക്കണം. ഞാൻ നിന്റെ കൂടെ പുറത്താൽ സന്ധ്യയുടെ അച്ഛൻ അങ്ങേർക്ക് പിന്നെ ആരുണ്ട്? അതല്ല, സന്ധ്യയുടെ കുഞ്ഞിന്റെ വയറ്റിൽ എന്റെ ഒരു അച്ഛൻ വളരുന്നുണ്ട്. എന്തൊക്കെയാടാ നീ പറയുന്നത്? അല്ല, അത് ഞാൻ ടെൻഷൻ കൊണ്ട് വയർ മാറിപ്പോയതാ. ആണോ പെണ്ണോ എന്നറിയില്ല. അതിന് ഇനി സ്കാൻ ചെയ്ത് നോക്കണം. ഈശ്വര, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇല്ലിക്കൽ രാജശേഖരൻ തമ്പിയുടെ മകൾ ഗർഭിണിയാണെന്നോ? മോളെ, അച്ഛന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നാണ്. അയ്യോ, നീയായിട്ട് ഇത് അച്ഛനോട് പറയാൻ നിൽക്കരുതേ. മോനെ, നീ പറയരുതേ. ഇതെങ്ങാനും നിന്റെ അച്ഛൻ അറിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാന്നറിയില്ല. നമ്മൾ 3 പേരും അല്ലാതെ മറ്റൊരാളും ഇതറിയാൻ പാടില്ല. എടീ സാവിത്രിയെ. മോളെ, നിന്റെ അച്ഛൻ വന്നു. നിങ്ങളായിട്ടത് പറഞ്ഞേക്കല്ലേ, പറയല്ലേ. അറിഞ്ഞാ നിങ്ങളുടെ മോള് ഗർഭിണിയാണെന്ന്. സാവിത്രിയെ, എന്താ ഞാൻ കേൾക്കുന്നത്? നേരാണ്. അയ്യോ തമ്പിയേട്ടാ, വിടടി എന്നെ. വേണ്ട. നീ മാറിക്ക്. അയ്യോ വേണ്ട. എന്നെ വിടാൻ. അതിങ്ങെടുത്തോണ്ട് വേണം. തമ്പി മാഷേ, വെച്ച് തകർക്ക്. ദാ കിടക്കുന്നു. വെട്ടൊന്ന് മുറി 2. അതാണ് ഇല്ലിക്കൽ രാജശേഖരൻ തമ്പിയുടെ സ്വഭാവം. ഇനി എവിടെയാണെന്ന് വെച്ചാ പോയി ജീവിക്ക്. പോകാൻ. എന്റെ കൺമുൻപിൽ നിന്ന് പോകാൻ. അച്ഛാ, അങ്ങനെ ഞങ്ങളെ വെറും കൈയോട് ആട്ടി പായിക്കാൻ വന്ന അച്ഛൻ കരുതണ്ട. അതെ, കിട്ടാനുള്ളത് കിട്ടാതെ ഞങ്ങൾ ഈ വീടിന്റെ പടിയിറങ്ങിയല്ല. നമ്മുടെ മോള് ചോദിക്കുന്നത് കേട്ടില്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാം സാവിത്രി, പറയാം. എങ്കിലൊന്ന് പറഞ്ഞു തൊലക്ക്. എന്റെ മോൾക്ക് കോട്ടയത്തൊരു 15 സെന്റ് സ്ഥലവും ഒരു വാർത്ത വീടും. മിണ്ടരുത്. ജിമ്മി, മോനിക്ക് വന്നേ. എന്താ അച്ഛാ? മോനെ, നിന്നെ ഞാനൊരു മരുമകനായിട്ടല്ല ഞാൻ കണ്ടത്.
പിന്നെ മോനായിട്ടാ. മോഹിനിയാട്ടോ? മോഹിനിയാട്ടമല്ല, മോനായിട്ടാണെന്ന്. എന്റെ മരുമോന് കൊല്ലത്തൊരു 28 സെന്റ് സ്ഥലവും ഒരു ഫ്ലാറ്റും. മിണ്ടരുത്. സാവിത്രേ. എന്താ? എന്തു പറ്റി? സാവിത്രേ, അയ്യോ. ഈശ്വര, നമ്മുടെ മകൾക്കെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? സാവിത്രി, എന്തോ? ഞാനിതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഞാൻ എവിടുന്നെടുത്തിട്ട് കൊടുക്കുവടി? ഈശ്വര.